ഹായ് ഓൾ, CUET 2025 ഈ ഒരു 1 മന്ത് കൊണ്ട് എത്രത്തോളം കുറഞ്ഞ ടോപ്പിക്കുകൾ പഠിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോറിലെത്താൻ പറ്റും എന്നാണ് നോക്കുന്നത്. അതറിയണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു എന്നറിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പഠിക്കുന്ന ടോപ്പിക്കിൽ വെയിറ്റേജ് കൂടുതൽ കൊടുത്ത് പഠിക്കാവുന്നതാണ്. നമുക്ക് ജനറൽ ടെസ്റ്റിനകത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്ന് അറിയണം. ഇവിടെ ഞാൻ ആ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് മിനിമം എല്ലാ ഇയേഴ്സിലും വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതായത് HCF, LCM, ആവറേജ്, ഏജ്, ഇതിനകത്ത് നിന്നെല്ലാം മിനിമം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. പക്ഷേ ചില ഇയേഴ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ അത് 22-ൽ നമുക്ക് മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മെൻഷുറേഷൻ പാർട്ട് എടുക്കുകയാണെങ്കിൽ ചില ഇയേഴ്സിൽ നമുക്ക് മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ടൈം ആൻഡ് വർക്ക്, സ്പീഡ് ഡിസ്റ്റൻസ് അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത ഈ ഒരു വേയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകൾ എന്തായാലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അടുത്ത ദിവസം മുതൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ ടോപ്പിക്കിലും വന്നിരിക്കുന്ന PYQs ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാണ്.